ഹായ് കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടാലോ? കുറുമ്പൻ കിട്ടുവും കൂട്ടുകാരും. ഒരു വലിയ കാട്ടിൽ കിട്ടു എന്ന പേരുള്ള ഒരു കുട്ടിക്കുരങ്ങൻ ഉണ്ടായിരുന്നു. അവൻ നല്ല മിടുക്കനായിരുന്നെങ്കിലും മഹാവികൃതിയായിരുന്നു. കാട്ടിലെ മറ്റു മൃഗക്കുട്ടികളോടൊപ്പം കളിക്കുമ്പോൾ അവരെയെല്ലാം അവൻ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നല്ല കുട്ടിയായിരിക്കണം എന്ന് അമ്മ കുരങ്ങൻ എപ്പോഴും പറയുമായിരുന്നെങ്കിലും കിട്ടു അതൊന്നും കേൾക്കാറേയില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കിട്ടുവിൻ്റെ ചങ്ങാതിയായ ചക്കി എന്ന പാവം മുയൽക്കുട്ടി ഒരു വലിയ മാവിൻ ചുവട്ടിലിരുന്ന് രുചിയുള്ള കാരറ്റ് കഴിക്കുകയായിരുന്നു. മരത്തിന് മുകളിലിരുന്ന കിട്ടു ഇത് കണ്ടു. അവൻ ഒട്ടും ആലോചിക്കാതെ ഒരു വലിയ മാങ്ങയെടുത്ത് ചക്കീൻ്റെ തലയിലേക്കെറിഞ്ഞു. പാവം ചക്കിക്ക് നന്നായി വേദനിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയി. കിട്ടുവിൻ്റെ ഈ കുറുമ്പ് അതിര് വിട്ടപ്പോൾ അമ്മ കുരങ്ങൻ ഒരു ഉപായം ആലോചിച്ചു. കിട്ടുവിനെ നല്ല ശീലം പഠിപ്പിക്കണം. അവൾ കാട്ടിലെ വലിയ ആനക്കുട്ടിയായ ജഗ്ഗുവിനെയും അവൻ്റെ അമ്മയെയും സഹായത്തിനായി വിളിച്ചു. പിറ്റേ ദിവസം രാവിലെ കിട്ടുവും ജഗ്ഗു ആനക്കുട്ടിയും ഒരുമിച്ച് ഒരു വലിയ മരച്ചുവട്ടിൽ കളിക്കുകയായിരുന്നു. അവരുടെ അമ്മമാർ ഇരുവരും ഒട്ടും ദൂരെയല്ലാതെ അവരെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. കളിച്ച് വികൃതിയായ കിട്ടുവിന് വീണ്ടും കുറുമ്പ് തോന്നി. അവൻ പെട്ടെന്ന് ഒരു വലിയ വടിയുമെടുത്ത് മരത്തിൻ്റെ ഒരു ചെറിയ ചില്ലയിൽ കയറി ഇരുന്നു. എന്നിട്ട് താഴെ നിൽക്കുന്ന ജഗ്ഗുവിൻ്റെ തലയിൽ അടിക്കാനാഞ്ഞു. ഇത് കണ്ട ജഗ്ഗു ആനക്കുട്ടി ഒട്ടും മടിച്ചില്ല. അവൻ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ആ മരച്ചില്ല പിടിച്ച് ഒറ്റ കുലുക്കൽ. കിട്ടുവിന് ബാലൻസ് കിട്ടിയില്ല. അവൻ അമ്മേ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പൊത്തോ എന്ന് നിലത്തു വീണു. വീണ വീഴ്ചയിൽ കിട്ടുവിന് നല്ല വേദനയെടുത്തു. അവൻ ഉറക്കെ കരയാൻ തുടങ്ങി. ഉടനെ തന്നെ അമ്മക്കുരങ്ങനും ആനയമ്മയും അവരുടെ അടുത്തേക്ക് ഓടിയെത്തി. അമ്മക്കുരങ്ങൻ കിട്ടുവിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. താൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ അവർക്കും ഇതുപോലെ വലിയ വേദന തോന്നിയിട്ടുണ്ടാകും എന്ന് കിട്ടുവിന് അപ്പോഴാണ് മനസ്സിലായത്. അവൻ കണ്ണീരൊപ്പി അമ്മയോട് പറഞ്ഞു, അമ്മേ, എന്നോട് ക്ഷമിക്കൂ. മറ്റുള്ളവരെ വേദനിപ്പിച്ചത് തെറ്റാണ്. എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ഒരിക്കലും ആരോടും വികൃതി കാണിക്കില്ല. എല്ലാവരുടെയും നല്ല കൂട്ടുകാരനായി ഇരുന്നോളാം. കൂട്ടുകാരെ, നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരിക്കലും വേദന ഉണ്ടാകരുത്. എല്ലാവരോടും സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറുന്നവരാണ് നല്ല കുട്ടികൾ.